أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും ഒക്കെ സഹിതം പഠിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. സത്യത്തിലെ ഓരോ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ഇപ്പം 2 നേരം 3 നേരം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ എത്ര സ്തുതിച്ചാലും മതിയാകൂല. കാരണം നമ്മളെ ഈമാൻ പരിപോഷിപ്പിക്കാൻ അതിനുള്ള അവസരങ്ങൾ ഒരുപാട് അള്ളാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിനാണ് കാര്യം അല്ലേ. അവസരങ്ങൾ ഒരുപാടുണ്ട്. ദിവസേന എന്തെല്ലാം രൂപത്തിലാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മളെ ഓരോരുത്തരും എത്രമാത്രം റഹ്മാനായ റബ്ബിന് ശുക്ർ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്. നമ്മളെ സ്വന്തത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും എല്ലാ സമയത്തും എപ്പോഴും നമ്മളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്ന് ഗ്രൂപ്പിലൊരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത കണ്ടില്ലേ അല്ലേ. സത്യത്തിൽ വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മൾ എല്ലാറ്റിൽ നിന്നും നമ്മൾ ഉണരണം. തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് ഉയരണം. അലസതയിൽ നിന്നും മടിയിൽ നിന്നും ഉന്മേഷത്തിലേക്കും ഉത്സാഹത്തിലേക്കും നമ്മൾ ഉണരണം. ഉറക്കിൽ നിന്ന് ഉണരണം. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മൾ ഉണരണം. ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ബിദ്അത്തിൽ നിന്നും എല്ലാം നമ്മൾ ഉണരണം. എല്ലാത്തിലും നമ്മൾ ഉണർന്നെണീക്കണം അല്ലേ. നമ്മളൊന്ന് ശരിക്ക് ഒരു മുസ്ലിമായി എഴുന്നേറ്റ് നിവർന്ന് നിന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്ത്. യഥാർത്ഥ മുസ്ലിമായി ഈ ദുനിയാവിൽ ജീവിക്കാൻ ഓരോ മുസ്ലിമും തയ്യാറായാൽ, അതിന് പരിശ്രമിച്ചാൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്ത വിജയം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉറപ്പായി ലഭിക്കും. അത് ഓരോരുത്തർക്കും അതിനെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ സൂറത്ത് ആൽ ഇമ്രാൻ 67 ആയത്ത് അല്ലേ, 68 ആയത്ത് 68ഓളം ആയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായി. 67 ആയത്ത് നമ്മൾ പഠിച്ചത് അല്ലേ. നമുക്ക് 68ാമത്തെ ആയത്ത് മുതൽ തന്നെ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഈ സൂറത്ത് ആൽ ഇമ്രാനിൽ നമ്മൾ കുറച്ചായിട്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബിൻ്റെയും യഹൂദരെ കുറിച്ചും ബനി ഇസ്രായേലരെ കുറിച്ചും അല്ലേ, അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരികയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ തന്നെ എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലേ. എന്തിനാണ് ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കം ഇതൊക്കെ നടക്കുന്നത്? കാരണം തൗറാത്ത് ഇഞ്ചീലൊക്കെ അദ്ദേഹത്തിന് ശേഷമാണ് അവതരിപ്പിക്കപ്പെട്ടത് അല്ലേ. നിങ്ങളതൊന്ന് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ എന്തിനാ നിങ്ങൾ വാദിക്കുന്നത്? അള്ളാഹ്ക്കെല്ലാം അറിയാം, നിങ്ങൾക്കാണെങ്കിലോ ഒന്നും അറിയൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും എന്തല്ല, യഹൂദിയല്ല, നസ്രാനി ഒന്നുമല്ല. അദ്ദേഹം യഥാർത്ഥ മുസ്ലിമാണ്. ഷിർക്ക് ചെയ്യാത്ത, അള്ളാഹുൽ കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമാണ്. അല്ലാതെ ഇബ്രാഹിം നബി ഒരിക്കലും എന്തല്ല, യഹൂദിയോ നസ്രാനിയോ ഒന്നുമല്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ ഈ ഒരു വിഷയം നമ്മളിങ്ങനെ സംസാരിക്കുന്ന സൂറത്തുൽ ബക്കറയിലും ആലി ഇമ്രാനിലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നമുക്കപ്പോൾ ഒന്ന് ഈ യഹൂദികളെ കുറിച്ചുള്ള, അതായത് ഈ ജൂതന്മാരെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ ചില പരാമർശങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കൊന്ന് ഖുർആനിലൂടെ ജൂതന്മാരെ ഒന്ന് അറിഞ്ഞു നോക്കാം. എവിടൊക്കെ എന്തൊക്കെ രീതിയിൽ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. സത്യത്തിൽ നമുക്കറിയാം അല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഇസ്രായേൽ അല്ലേ. സത്യത്തിൽ ഇന്ന് നമ്മൾ ഇസ്രായേലർ എന്ന് പറയുന്ന ഫലസ്തീനെ ആക്രമിക്കുന്ന ആ ഇസ്രായേലില്ലേ, സത്യത്തിൽ അവരൊരിക്കലും നമ്മൾ ഈ പറഞ്ഞ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ ആ ഒരു സന്തതി പരമ്പരകളൊന്നുമല്ല അല്ലേ. അവർ ആയിരിക്കാം, പക്ഷെ അവർ യഥാർത്ഥ പിന്നെ മതത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയി ജൂതന്മാരായ ആ ഒരു ഇതാണ് അല്ലേ. അപ്പം സത്യത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാന്ന് നമുക്കറിയാം അല്ലേ. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ മറ്റൊരു പേരാണെന്ത്? ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളുണ്ട് അല്ലേ. യൂസഫ് നബി അലൈഹി സ്വലാം അടക്കം 12 മക്കളുണ്ട്. അവരുടെ സന്താന പരമ്പരകളാണ് പിന്നെ പല ഗോത്രങ്ങളായിട്ട് പിന്നെ ഇസ്രായേൽ സന്തതികൾ, ഇസ്രായേലിയർ എന്നൊക്കെ അറിയപ്പെട്ടത്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്വദേശം ഇറാഖാണ് അല്ലേ, നമുക്കറിയാലോ അല്ലേ. അദ്ദേഹം പിന്നെ അവിടുന്ന് ഹിജറ പോയി, ഇറാഖിൽ നിന്ന് ഹിജറ പോയി ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കുകയും ചെയ്തത്. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മരണപ്പെട്ടതും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ആ ദേശക്കാരായി തീർന്നതും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പൗത്രൻ, അതായത് മകൻ്റെ മകൻ അല്ലേ, അങ്ങനെയാണല്ലോ പൗത്രൻ എന്ന് പറയാം. അവരും എവിടെയാണ് താമസിച്ചത്? ഈ പറഞ്ഞ ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അവിടെ തന്നെയാണ് പിന്നെ താമസിച്ചത്. അങ്ങനെ അവിടെ താമസിച്ച് വരുന്ന സമയത്താണ് ഏത് സംഭവം? പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലെ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അരുമ സന്തതി വല്ല ഓമന പുത്രൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും സ്നേഹവും ലാളിത്യവും കൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ യാക്കൂബ് നബി അലൈഹി സ്വലാം അത്രയും സ്നേഹിച്ചിരുന്നു. ആ മകനെ സഹോദരങ്ങൾ എന്ത് ചെയ്ത്? ചതിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട് പിന്നീട് അദ്ദേഹത്തെ ഒരു യാത്രാ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പിന്നെ ഈജിപ്തിലെ ഒരു വലിയൊരു രാജാവിനെ വിൽക്കുകയും ചെയ്തത് അല്ലേ. പിന്നെ യൂസുഫ് നബി എവിടെയായി? ഈജിപ്തിലായി. ബാക്കിയുള്ള അവരൊക്കെ ഫലസ്തീനിലുണ്ട് അല്ലേ. അവിടെ പിന്നെ ഒരുപാട് വർഷം ഈ യൂസുഫ് നബിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ. അവിടെ ജീവിച്ച് പിന്നെ അവിടുത്തെ ഭരണാധികാരിയായി അല്ലേ. കുറച്ചു കാലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഭരണാധികാരിയായി തീർന്ന് ആ സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലേ യാക്കൂബ് നബി അലൈഹി സ്വലാമും തൻ്റെ സഹോദരന്മാരെയും കുടുംബസമേതം യൂസുഫ് നബി അലൈഹി സ്വലാം പല കഥകളും അതിനിടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈജിപ്തിലേക്ക് അവർ താമസം മാറി. പിന്നെ സത്യത്തിൽ അന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിനുണ്ടായ പേരും പ്രശസ്തിയും പിന്നീട് കാലക്രമേണ അത് പിന്നെ കുറഞ്ഞു വന്നെന്ന് പറയുന്നത്. ഏകദേശം 400 വർഷങ്ങൾ കൊണ്ട് പിന്നെ ആ കുടുംബം പെറ്റുപെരുകി ഒരു വലിയൊരു ജനതയായി തീർന്നു. ഒരു വലിയൊരു ഇസ്രായേലിയർ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയേ. ആ സമയത്ത് അവിടുത്തെ വംശജരുണ്ടല്ലോ, ഈജിപ്തിലെ ആൾക്കാരെ ഖിബ്തികൾ എന്ന് പറയും അല്ലേ. ഖിബ്തി എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഖിബ്തികൾക്ക് പിന്നെ ഇവരുടെ ഈ ഒരു ഇത് പിന്നെ സംസ്കാരം ഇതൊന്നും പിന്നെ അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ പിന്നെ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇസ്രായേലറെ നേർക്ക് ആക്രമിക്കാൻ തുടങ്ങി, മർദ്ദനങ്ങൾ അയച്ചു വിടാൻ തുടങ്ങി. അപ്പോൾ അവിടെ പിന്നെ രാജഭരണം പിന്നെ അവരുടെ കയ്യിലാണ് ഉണ്ടായത്. ഈജിപ്തിലെ ആ ഖിബ്തികൾ ഭരണകക്ഷിയ ഉന്നത വർഗമായിട്ട് അവിടെ കഴിഞ്ഞുകൂടിയാണ്. കാലക്രമേണ ഈ നേരത്തെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് പിന്നെ വന്നതാണല്ലോ ഈ ഇസ്രായേലിയർ. അപ്പം അവർ കുടിയേറി പാർത്തു എന്നുള്ള നിലക്ക് ഒരു അധമവർഗമായിട്ട് അടിമവർഗം
ങ്ങളായിട്ട് അവർ വിഭജിച്ചാന്നത് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ശരിക്കും കുറേ കാലം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ പിന്നെ ഇസ്രായേലർ യാക്കൂബ് നബിൻ്റെയും യൂസുഫ് നബിൻ്റെയും മാർഗത്തിൽ നിന്നൊക്കെ വല്ലാതെ വ്യതിചലിച്ച് പോയിട്ടുണ്ടായിരുന്നു. കിബ്തികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മതാചാരങ്ങളൊക്കെയാണ് അവർ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കൂടി പിന്നെ അവരിൽ നിന്നും ഇവരിൽ നിന്നും എന്താണ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്തമായ ആചാരങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അതൊരു വർഗ വിഭജനത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഖിബ്തികൾ എപ്പോഴും ബനി ഇസ്രായേലിൽ എന്തായി കണ്ട് അടിമകളായി ഗണിച്ച് അല്ലേ, അവരോട് വളരെ മൃഗീയമായ രീതിയിൽ പിന്നെ പെരുമാറി അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്ക് അവർ പിന്നെ ഇരയായി തീർന്നു. പിന്നെ അതുപോലെ അവിടുത്തെ ഈ ഈജിപ്തിലെ ഭരണാധികാരികൾ, ഓരോ രാജ്യത്ത് ഓരോ ഭരണാധികാരികൾക്ക് ഇങ്ങനെ ഓരോ പേരുണ്ടല്ലേ. ഇപ്പോൾ റോമിലെ ഭരണാധികാരികളെ പിന്നെ സീസർ എന്നുള്ള ആ രീതിയിലും, പിന്നെ പേർഷ്യയിലെ ഭരണാധികാരികളെ ഖുസ്രു എന്നുള്ള ആ ഒരു പിന്നെ അങ്ങനെയുള്ള നാമങ്ങളിൽ അറിയപ്പെട്ട പോലെ പിന്നെ ഈജിപ്തിലെ ഭരണാധികാരികൾ ഫിറഔൻ എന്ന പേരിൽ അറിയപ്പെട്ട്. ശരിക്കും നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായ ആ ഫിറഔൻ, അയാളുടെ പേര് ശരിക്കും ഫിറഔൻ എന്നുള്ളത് അവരുടെ ആ ഒരു സ്ഥാന പേരാണ് ശരിക്കും. അതായത് ആ നാട്ടിലെ ഭരണാധികാരികളെ വിളിക്കുന്ന പേരാണത്. ഒരുപാട് ഫറോവമാർ പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഫിറൗൻ്റെ കാലത്താണ് ഇസ്രായേലരുടെ വിരോധം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്നത്. ഭയങ്കരമായ ഇസ്രായേലിയുടെ വർധനവ് കിബ്തികൾക്ക് ഭയങ്കരമായ ഇതുണ്ടായി. അപ്പം അവരുടെ ഭരണം ഭാവിയിൽ നഷ്ടപ്പെട്ടേക്കോ എന്നുള്ള ഒരു ഭയവും, പിന്നെ ഇതൊക്കെ കാരണത്താലാണ് അന്ന് ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നൊടുക്കുന്ന ആ ഒരു പിന്നെ ഇത് ഉണ്ടായെന്നാണ് ആ ഒരു ഫിറൗൻ്റെ ഒരു സംഭവം നമുക്കറിയാമല്ലോ അല്ലേ. ആൺകുട്ടികളെ പിന്നെ അറുകൊല ചെയ്യാനുള്ള ആ ഒരു കൽപ്പന ഫിറൗൻ്റെ ഭാഗത്തുണ്ടായത്. ആ ഫിറൗന് നമുക്കറിയാമല്ലോ അല്ലേ, അവിടെ പിന്നെ പൊങ്ങച്ചം കാണിച്ച് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഇങ്ങനെ വാഴ്ന്നുകൊണ്ട സമയത്ത് ആൺകുട്ടികളെല്ലാം കൊന്നൊടുക്കുന്ന ആ ഒരു ഇത് അവനുണ്ടായി. അവരെ വല്ലാതെ അവിടെ പ്രയാസങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി. പിന്നെ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലുന്ന ആ ഒരു ഇത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ തന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മൃഗീയമായ രീതിയിൽ പല കുഞ്ഞുങ്ങളും അറുകൊല ചെയ്യപ്പെട്ട് ആ സമയത്താണ് ആര് ജനിക്കുന്നത് നമുക്കറിയാലേ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു തീരുമാനം അവിടെ ഉണ്ടായാൽ അതിൽ അല്ലേ അള്ളാഹിൻ്റെ തീരുമാനം വരും, നടപ്പിലാകും എന്നുള്ളതിനുള്ള ഓരോ തെളിവുകളാണിത്. ശരിക്കും ഈ ചരിത്രം ഞാൻ ഇതിനെന്തിനാ പറയുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വല്ലാതെ മനപ്രയാസം ഉണ്ടാക്കുന്നത്. പക്ഷെ അന്നും ഇന്നും അല്ലേ അവർ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുകയേ ചെയ്യുന്നത്. ഇന്ന് ഇസ്രായേൽ ഫലസ്തീന് നേരെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഈ ഖിബ്തികൾ വിഷമിപ്പിച്ചത് ഒക്കെ ഈ ഫലസ്തീനികളെയാണ് അല്ലേ. അവരാണ് ആ രീതി അത്രയും മൃഗീയമായ രീതിയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ ഒരു രാജാവ് അവിടെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഒതുക്കാൻ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ ഇറക്കിയെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹി സ്വലാം ജനിച്ച് ആ സമയത്ത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ മാതാവിന് ഒരു ബോധനം നൽകി അല്ലേ, നദിയിലൂടെ ഒഴുക്കി. അങ്ങനെ പിന്നെ ശരിക്കും ഈ പിന്നെ എന്താ പറയുക, ഖിബ്തികളുടെ ഉന്മൂലനാശത്തിന് കാരണമായി തീരുന്ന ഈ കുഞ്ഞ് അവരുടെ കൊട്ടാരവാതിൽക്കൽ കൂടി ഒഴുകിപ്പോകുന്ന നദിയുടെ കരക്കന്നെ അടഞ്ഞത്. സുബ്ഹാനല്ലാഹ് അല്ലേ. അവർ ആ കുഞ്ഞിനെ കണ്ടെടുക്കുകയും പിന്നെ അവിടുത്തെ കൊട്ടാരത്തിൽ അല്ലെ ആസിയ ബീവി, അവർക്ക് കുഞ്ഞുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അവരുടെ ഒരു മകനായി ആ കൊട്ടാരത്തിൽ വളരാനുള്ള ആ ഒരു ഇത് അള്ളാഹുവിൻ്റെ തീരുമാനം അവിടെ നടപ്പിലാകുന്നില്ലേ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന് കൃത്യമായ പ്ലാനിങ് ഉണ്ട് ഓരോ കാര്യത്തിലും. അത് നടക്കുക തന്നെ ചെയ്യും. എന്തായാലും അന്തിമ വിജയം എന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും തന്നെയായിരിക്കും. പക്ഷെ ഇസ്ലാമും മുസ്ലിമും എന്താകണം, യഥാർത്ഥത്തിലുള്ള ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച മുസ്ലിമായി മാറണം. അങ്ങനെ ആയിത്തീരണം. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ പിന്നെ
അവിടെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുവേ. ഈ ഫിറൗന് പിന്നെ ആ കുഞ്ഞിനെ അവിടെ എത്തിയതും ആ ഒരു ഇത് പിന്നെ സൂറത്ത് സൂറത്തുൽ ഖസസില് 8-9 ആയത്ത് അതില് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവ്വൻ വഹസന ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമാ കാനൂ ഖാതിഈൻ വഖാലത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദൻ വഹും ലാ യശ്ഉറൂൻ. എന്താണ് അവിടെ ഈ മൂസാ നബിയെ അവർ കൊട്ടാരത്തിൽ കുഞ്ഞായി ഏറ്റെടുത്ത ആ ഒരു സന്ദർഭം അല്ലാഹു തആല സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നതാണ്. തങ്ങൾക്ക് ശത്രുവും വ്യസനകരവുമായി തീരാൻ വേണ്ടി ഫിറൗന്റെ ആൾക്കാർ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്ത് നിശ്ചയമായും ഫിറൗനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പിണഞ്ഞവരായിരുന്നു. ഫിറൗന്റെ ഭാര്യ പറയാന്നല്ലേ, ഈ കുട്ടി എനിക്കും അങ്ങേക്കും ഒരു കൺകുളിർമയായിരിക്കും, ഇവനെ നിങ്ങൾ കൊലപ്പെടുത്തരുത്. അവര് കെഞ്ചിക്കേണ് അപേക്ഷിച്ച് അല്ലെ, ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കിവനെ ഒരു സന്താനമായി സ്വീകരിക്കാം. അവരാകട്ടെ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നില്ല. അപ്പം പിന്നെ മൂസാ നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ വളരെ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായി. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം വളർന്ന് വലുതായി അല്ലെ, പിന്നെ അവിടുന്ന് പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ചു കാലം മദിയനിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിന് എന്ത് ലഭിക്കുന്നത്? പ്രവാചകത്വം അല്ലെ, റിസാലത്തും നുബൂവത്തും റിസാലത്തും ലഭിക്കുന്നത്. അവിടെ പിന്നെ അഹങ്കാരിയായ ആ ഫിറൗനെ പിന്നെ കീഴൊതുക്കുക അല്ലെ എന്നുള്ള ആ ഒരു രീതിയിൽ, അതായത് പ്രബോധന ദൗത്യം പിന്നെ ഫിറൗന്റെ നേർക്കാണല്ലേ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ അയക്കുന്നത്. ആ സമയത്ത് സ്വേച്ഛാധിപതിയായി വാഴുന്ന ആ ഫിറൗൻ പല നിലക്കുള്ള പിന്നെ കടുത്ത നിയമങ്ങൾ ആ നാട്ടിൽ, കഠിനമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഇസ്രായേലിയരെ പിന്നെ ശരിക്കും ആ സമയത്തും ഈ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള ആ ഒരു ഇത് അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എത്ര ക്രൂരനാന്നല്ലേ, സുബ്ഹാനല്ലാഹ്. അള്ളാഹു അത്രമാത്രം അവര് അവിടെ പ്രയാസം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാം അവരുടെ അടുത്തേക്ക് എത്തിയല്ലേ. ഫലമ്മ ജാഅഹും ബിൽ ഹഖ് മിൻ ഇൻദിനാ ഖാലു ഖ്തുലൂ അബ്നാ അല്ലദീന ആമനൂ മഅഹു വസ്തഹ്യൂ നിസാഅഹും. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകത്വ ദൗത്യവുമായിട്ട് അവരുടെ അടുത്തെത്തിയപ്പോൾ പിന്നെ അവിടെയും ആ ഒരു ഇതന്നെ വന്നല്ലേ, അവന്റെ കൂടെ വിശ്വസിച്ച ആൺമക്കളെ എല്ലാം കൊന്നുകളയുകയും അവരുടെ സ്ത്രീകളെ കൊലപ്പെടുത്താതെ ജീവിക്കാൻ വിട്ടേക്കുകയും ചെയ്യുകയും. ശരിക്കും പറഞ്ഞാല് മൂസാ നബി അലൈഹിസ്സലാം അവിടെ പ്രബോധനം ശക്തമായ രൂപത്തിൽ നടത്തുന്നുണ്ട്. എന്നിട്ട് അവര് വിശ്വസിക്കാൻ അതായത് പിന്നെ ഈ ബനു ഇസ്രായേല്യർ മൂസാ അലൈഹി സ്വലാമിന്റെ കൂടെയാണ്. ഇസ്രായേല്യർക്ക് ഈ മർദ്ദനം സഹിച്ച് മടുത്ത് അവർക്ക് ഗതികെട്ട ഒരവസ്ഥ വന്നു അല്ലെ. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം അവരെയും കൂട്ടി യാത്ര പുറപ്പെടുന്നു അല്ലെ. സത്യത്തില് അവര് മൂസാ അലൈഹി സ്വലാമിലൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേരിൽ കണ്ടിട്ട് വിശ്വസിച്ച ആൾക്കാരാണ് അവര് അല്ലെ. എന്നിട്ടാണ് അവര് പിന്നെ അള്ളാഹു അവരെ ചെങ്കടലിന് അടുത്തേക്ക് എത്തിച്ച് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം തന്റെ വടികൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിലൂടെ നടന്നു പോകത്തക്ക വിധത്തിലുള്ള ഒരു വഴി അല്ലെ, സമുദ്രജലം ഇരുഭാഗങ്ങളിലേക്കും മാറി നിൽക്കുന്ന രീതിയിൽ വലിയ മലകൾ പോലെ ഒഴിഞ്ഞു മാറി അല്ലെ നിന്ന്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അള്ളാഹു വിശ്വാസികൾ അവന് പിന്നെ അവന്റെ നേർക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാൽ അല്ലെ അള്ളാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിന് പുറമെ വേറൊരാളെ കൊണ്ടുവരരുത്. അത് അള്ളാഹു ഒരിക്കലും പൊറുക്കൂല. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണത് ഷിർക്ക് അല്ലെ. നേരെ മറിച്ച്
തൗഹീദിൽ അടിയുറച്ച വിശ്വാസമാണെങ്കിൽ അവിടൊക്കെ അള്ളാന്റെ സഹായം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇവിടെയൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പാഠം നൽകുന്നത്. ഫിർഔന്റെ അടുത്തുനിന്ന് ബനു ഇസ്രായേലര് മൂസാ അലൈഹി സ്വലാമിന്റെ കൂടെ പോകുമ്പോൾ അവരത്രയും സ്ട്രോങ് ഈമാനായിരുന്നു. അതായത് ഫിർഔന് അവർക്ക് വിധിച്ച ശിക്ഷ എന്ന് പറഞ്ഞാല് പിന്നെ വ്യത്യസ്ത രീതിയിൽ അവരെ കയ്യും കാലുകളും ഛേദിച്ചിട്ട് അവരെ ശിക്ഷ നടപ്പിലാക്കും, ക്രൂശിക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ള നിലക്ക് സാഹിര്യങ്ങൾ പോലും വിശ്വസിച്ച് മൂസാ അലൈഹി സ്വലാമിന്റെ കൂടിയിരുന്നു അല്ലേ. പിന്നെ അപ്പോ അങ്ങനെയുള്ള വിശ്വാസികൾക്ക് അല്ലാഹു തആല സമുദ്രജലം ഇരുഭാഗങ്ങളിലേക്കും മാറ്റി നിർത്തി ഒരു ഉണങ്ങിയ ഒരു വഴി ആ വെള്ളത്തിന്റെ ഇടയിലൂടെ രണ്ട് ഭാഗത്തേക്ക് ആ വെള്ളം എന്നുള്ള ഇതിന്റെ ഇതെന്താ താഴേക്ക് അങ്ങനെ ഒഴുകി പോവാന്നുള്ളതാണ് അല്ലെ. അല്ലാതെ ഉയരത്തിലേക്ക് മാറി നിൽക്കാന്നുള്ള ഒരു പ്രതിഭാസം വെള്ളത്തിന് ഇല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വെള്ളത്തിനോട് അള്ളാഹു തആല ഇതാക്കിയ കൽപ്പന, അള്ളാഹിന്റെ കൽപ്പന വന്ന് മാറി നിൽക്ക്. സത്യത്തില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇബ്രാഹിം നബി തൗഹീദിൽ അടിയുറച്ച വിശ്വാസത്തില് അല്ലെ അവിടെ നിന്ന സമയത്ത് അള്ളാഹു മതി, എനിക്ക് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മാത്രം മതി എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അവിടെ എന്താ പറയാ ആ ഒരു തീ, അത്രയും ശക്തമായ ആ തീ പിന്നെ അള്ളാഹു തആല അതിനെ തണുപ്പാക്കി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചത് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യും എന്ന് ആശങ്കാകുലരായി ഇരിക്കുന്ന സമയത്ത് മൂസാ അലൈഹി സ്വലാം എന്താ പറഞ്ഞേ? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ അല്ലേ. പേടിക്കണ്ട, വേണ്ട, ഇല്ല, ഭയപ്പെടണ്ട. എന്താ, എൻ്റെ കൂടെ റബ്ബുണ്ട്, അള്ളാഹു ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. അള്ളാഹ് വഴി കാണിച്ചു കൊടുത്തല്ലേ. ആ വടി കൊണ്ട് ആ സമുദ്രത്തിൽ അടിക്കുന്നത് വരെ മൂസാ അലൈഹി സ്വലാമിന് അറിയില്ല എന്ത് സംഭവിക്കും. അപ്പോ അത് മൂസാ അലൈഹി സ്വലാമിന്റെ ഒരു കഴിവല്ല, അള്ളാഹു നൽകിയ ഒരു ദൃഷ്ടാന്തമാണ് അവിടെ. അങ്ങനെ പിന്നെ അവരതിലൂടെ അപ്പുറത്തേക്ക് രക്ഷപ്പെട്ട് പിന്നെ അവര് അപ്പുറത്തി. ആ സമയത്ത് ഫിറഔനും സൈന്യവും അതിലൂടെ വരുന്നു അല്ലേ. അപ്പോഴേക്കും അവര് ഇത് കണ്ടപ്പോ അപ്പോഴും പിന്നെ ഫിറഔൻ അഹങ്കരിച്ച് നിൽക്കുകയും ചെയ്തത് അല്ലേ. പക്ഷെ അവരെന്താ അവിടെ എന്താ സംഭവിച്ചത്? ഫിറഔൻ അതിൽ മുങ്ങി അല്ലെ, മുങ്ങി നശിച്ച്. പിന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഷുഅറയിന്റെ 64-67 ആയത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ فانفلق فكان كل فرق كالطود العظيم وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين. എന്താ അവിടെ സംഭവിച്ചത്? നീ വടികൊണ്ട് സമുദ്രത്തിലടിക്കുക അല്ലേ എന്ന് മൂസാക്ക് ബോധനം നൽകി. അപ്പോൾ അദ്ദേഹം അടിച്ച് അത് പിളർന്ന് അത് വലിയ മലന്തിണ്ണ പോലെ ആയിത്തീർന്ന്. അങ്ങനെ അവിടെ വെച്ച് മറ്റേ സംഘം അവിടത്തേക്ക് വന്ന് മൂസാനെയും അദ്ദേഹത്തിന് കൂടെയുള്ളവരെയും അള്ളാഹ് രക്ഷപ്പെടുത്തി. മറ്റേ കൂട്ടരെ എന്താക്കി? മുക്കിക്കൊന്നു. ഫിറഔന്റെ ആൾക്കാരെ മുക്കിക്കൊന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ എന്തിനാ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഇതെല്ലാം കണ്ടും കേട്ടും പോയ ആൾക്കാരാണ് ആര്? ഈ ഇസ്രായേലര് കേട്ടോ. ബനു ഇസ്രായേലരെ അവര് ജൂതന്മാരെങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊക്കെ ബനു ഇസ്രായേലരാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് ഉണ്ടായ ആ ഇസ്രായേലർക്ക് അവരില് പിന്നെ വിശ്വാസ വൈകല്യം വന്നപ്പോൾ മൂസാ അലൈഹി സ്വലാമിനെ അവർക്ക് പ്രവാചകനായി അള്ളാഹു നിയോഗിച്ച്. അങ്ങനെ മൂസാ അലൈഹി സ്വലാം അവരെ ഇതെല്ലാം കാണുന്നു അല്ലേ. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പം പിന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ട് അള്ളാഹിന്റെ നിർദ്ദേശം അനുസരിച്ച് അവര് ഫലസ്തീനിന്റെയും ഷാമിന്റെയും ഭാഗത്തേക്കാണ് അവരെന്താക്കിയത്? അങ്ങോട്ടേക്കാണ് അവർ സഞ്ചരിച്ചത്. പിന്നെ അവര് പോകുന്ന വഴിക്ക് ഈ ഇസ്രായേലര് ബിംബാരാധകരായ ഒരു ജനതയുടെ ഒരു വാസസ്ഥലത്ത് എത്തിച്ചേരും.
അവര് ബിംബങ്ങളെയും മറ്റും ആരാധിക്കുകയും പിന്നെ അതിന്റെ ചുറ്റിങ്ങനെ ഭജന ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ പിന്നെ അവർക്ക് തോന്നിയെന്ന്, അവരെ മനസ്സിൽ തോന്നിയെന്ന്, ഇതാണ് പിശാചിന്റെ കളി എന്ന് പറയുന്നത്. ഭയങ്കരം. ഇങ്ങനെ ഇവരെല്ലാം ഇതിനെ കൊണ്ട് നടക്കുന്ന കണ്ടപ്പോ ഇവർക്ക് തോന്നുന്നു, ഇവരെ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൈവങ്ങളെ അനുവദിച്ച് കിട്ടിയാൽ നല്ലതേനു അല്ലേ. ശരിക്കും പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെയും ആ പ്രവാചകന്മാരുടെ സന്താന പരമ്പരയാണല്ലോ ഇസ്രായേലർ അല്ലേ. പക്ഷേ അവരെന്താണ്, പഴയ സ്ഥിതിയെല്ലാം മാറി പിന്നെ ഈ കിബിത്തികളുമായിട്ടല്ലേ കൂടുതൽ ഇടപഴകിയിട്ട് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ സമ്പർക്ക നിമിത്തം പിന്നെ ഈ പ്രവാചകന്മാരുടെ സന്തതികളായ ഇസ്രായേലരിൽ പോലും എന്ത് വന്നിട്ടുണ്ടായിരുന്നു, വിഗ്രഹാരാധനയും പശു പൂജയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നല്ല ആൾക്കാരുടെ കൂടെ കൂടണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ആൾക്കാരൊപ്പം കൂടി അവരിലും എന്തൊക്കെയോ അനാചാരങ്ങളും വിശ്വാസ വൈകല്യങ്ങളും അവർക്കും കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങനെ ഇവിടുന്ന് പിന്നെ മൂസാ നബി അലൈഹിസ്സലാം അവിടത്തേക്ക് വന്ന് ദഅവ ചെയ്ത് അവരെന്തായി, ഏകദൈവ വിശ്വാസികളായി. പക്ഷെ അപ്പോ ആ സമയത്ത് പിന്നെ ഇങ്ങനെ ഇവര് ഏകദൈവ വിശ്വാസികളായി തീർന്നിട്ടുണ്ടെങ്കിലും കൂടി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശരിക്കും അള്ളാന്റെ ഖുദ്റത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ട് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരാ. നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ആരും സുരക്ഷിതരാണെന്ന് അല്ലേ. അള്ളാഹു നമ്മളെ ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. എപ്പോഴും നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബേ ഹിദായത്തിന് ശേഷം ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക അല്ലെ. നമ്മളെ ഹൃദയങ്ങൾക്ക് നാഥാ നീ സ്ഥിരത നൽകണം, നിന്റെ ദീനിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം. എന്തെല്ലാം കണ്ടാലും ഞങ്ങൾ അതിൽ നിന്നൊന്നും തെറ്റിപ്പോകാതെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ദജ്ജാലിന്റെ ഫിത്നകളൊക്കെ പറയുമ്പോ അതെല്ലാം കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ. അള്ളാഹുവെ ഞങ്ങൾക്ക് നല്ല ഈമാൻ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാത്ത രീതിയിലുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ബനൂ ഇസ്രായേല്യർക്ക് സംഭവിച്ച പോലെയുള്ള വിശ്വാസ വൈകല്യങ്ങളൊന്നും വന്നു പോകാതെ നല്ല ഈമാനുള്ള നല്ല മുസ്ലിമീങ്ങളായി നല്ല മുഅ്മിനീങ്ങളായി നല്ല മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം ഇവർ ഇത്രയും കണ്ടറിഞ്ഞു വിശ്വസിച്ച് ഇവര് വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണല്ലേ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പൊ ഇവര് ഇതിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ബിംബങ്ങളെ ആരാധിക്കുകയും പശുവിനെ പൂജിക്കുകയൊക്കെ കണ്ടപ്പോ അവർക്ക് പഴയ ആ ഒരു അത് ഓർമ്മ വന്ന്. എന്നിട്ട് അവർ വിചാരിക്കുന്നില്ലേ നമുക്കും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നല്ലതേനൂന്ന് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൂസാ നബിയോട് പറയുകയും ചെയ്ത് ഞങ്ങൾക്ക് ഇതുപോലെ ആക്കി തന്നൂടേന്ന്. ശരിക്കും ഇതെല്ലാം ശരിക്കും അള്ളാന്റെ അല്ലെ, അള്ളാന്റെ ആ ഒരു ശക്തിയും ഇതൊക്കെ നേരിൽ കണ്ട് അള്ളാഹുൽ വിശ്വസിച്ചിട്ട് അള്ളാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കണ്ടറിഞ്ഞിട്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് എന്നിട്ട് അവരതെന്താക്കി മറന്നുപോയല്ലേ. അതൊക്കെ മറന്നിട്ട് ഇങ്ങനെ ഈ ശരിക്കും അവരോട് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങേയറ്റത്തെ വിഡ്ഢികളാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫില് അല്ലാഹു തആല പറയുന്നു 138 ആയത്തില്, സൂറത്തുൽ അറാഫ് 138, വജാവസ്നാ ബിബനി ഇസ്രായീല البحر فأتوا على قوم يعكفون على صنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. അവർ മൂസാ നബി അലൈഹിസ്സലാമോട് പറയുന്നു, ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം കടത്തിവിട്ട് രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ചില ബിംബങ്ങളുടെ അരികിൽ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ വന്നു ചേർന്നു. അവർ പറഞ്ഞു, മൂസ, ഇവർക്ക് ചില ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം. അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾ അറിവില്ലാത്ത ഒരു വിഡ്ഢി മൂഢ ജനത മാത്രമാകുന്നു. ശരിക്കും അല്ലാഹു തആല പിന്നെ ഈ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിളിക്കുന്നുണ്ട് അല്ലേ. തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്
അപ്പോൾ തൗറാത്ത് ലഭിക്കാൻ വേണ്ടി 40 ദിവസത്തോളം ഭജന ഇരിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇസ്രായേലിയർക്ക് എല്ലാ നിലക്കുള്ള മാർഗദർശനത്തിന് ആവശ്യമായ എല്ലാ തത്വോപദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയ പിന്നെ നിയമസംഹിതകളും പിന്നെ സത്യാസത്യങ്ങളെയും ന്യായാന്യായങ്ങളെയും വേർതിരിച്ച് വിവരിക്കുന്ന ഒരു മതഗ്രന്ഥം, അതാണ് തൗറാത്ത് അല്ലേ. അത് വാങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം മൂസാ നബി അലൈഹി സ്വലാം സീനാ പർവ്വതത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാം അല്ലെ, ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഇവരെ ഹാലെല്ലാം മാറി. അവരെന്താക്കി, സാമിരി എന്ന് പറയുന്ന ഒരാളെ നേതൃത്വത്തിൽ അവരെ കയ്യിലുണ്ടായ സ്വർണ്ണം എല്ലാം കൂട്ടി ഉരുക്കി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഈജിപ്തിലെ ആ ഒരു പശു ആരാധന ഉണ്ട് അവർക്ക്. അതിൽ നിന്നാണ് ഈ പശുക്കുട്ടീനെ ഉണ്ടാക്കാനും ഇതൊക്കെ ഈ പിന്നെ സാമിരി എന്ന് പറയുന്ന ആൾക്ക് അതിനെ പ്രചോദനമായതെന്നാ പറയുന്നത്. അങ്ങനെ പിന്നെ അവര് ആ ഒരു ഇത് തുടങ്ങി, ആ പശു ആരാധന അവര് തുടങ്ങി. പിന്നെ ഇതെന്താ ഉമ്മച്ചി വിളിക്കുന്നത്, കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. അല്ല ഉമ്മച്ചി ഉണ്ട് കോൾ ചെയ്യുന്ന, ഞാൻ വിചാരിച്ച് ഇത് കട്ടായി പോയോന്ന് വിചാരിച്ച്. ആ ഓക്കെ. ബോറടിക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, എനിക്കില്ല, നല്ല ജലദോഷം പിടിച്ചിട്ട് മൂക്ക് ഇങ്ങനെ ഇതാവുന്നതാണ്. അതന്നെ, മൂക്ക് നല്ല പ്രശ്നമുണ്ട്, അതാണ്. രാവിലെ മുതലേ തുമ്മല, തുമ്മി 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 അൽഹംദുലില്ലാ 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 ഇങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പോയപ്പോഴത്തേക്ക് പിന്നെ അവരെന്താക്കി, ഇതിനെ ആരാധിക്കാൻ തുടങ്ങി അല്ലേ. പിന്നെ പിന്നെ അവരോട് ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ വേണ്ട, ഇങ്ങനത്തെ ഒന്നും ചെയ്യണ്ട. അവരെ കുറേ അതിൽ നിന്ന് മാറ്റി പിന്നെ തടയാൻ നോക്കി, പക്ഷെ എന്ത് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല അല്ലെ. അവർ തൽക്കാലം എന്താ പറഞ്ഞ വെച്ചാൽ, ഏതായാലും പിന്നെ മൂസാ നബി അലൈഹി സ്വലാം പോയിട്ട് വരട്ടെ, അതുവരെ മാത്രം. അങ്ങനെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാം പോയി. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെന്താക്കി, അവര് നല്ല പശുക്കുട്ടി, നല്ല മുക്കറ ഇടുന്ന അല്ലെ. സൂറത്ത് അറാഫിൽ തന്നെ ഈ വിഷയം വരുന്നുണ്ട്. സഫിയ എന്നുള്ള ആളെ വീഡിയോ ഓൺ ആയിട്ടുണ്ടല്ലോ. ഓക്കെ. പിന്നെ ഓഫായി മ്യൂട്ടാക്കിക്കോ. മ്യൂട്ടായിട്ടില്ലല്ലോ. ഓക്കെ. അപ്പോൾ പിന്നെ അവർ അക്രമികളായ ഒരു ജനതയായിട്ട് മാറുകയാണ് അല്ലേ. പിന്നെ സാമിരി അവർക്കൊരു പശുക്കുട്ടീനെ ഉണ്ടാക്കി. മൂസാ നബി തൗറാത്തും വാങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവരാകെ അല്ലേ ചുറ്റും കൂടിയിട്ട് അതിനെ ആരാധിക്കുന്ന ഭജന ഇരിക്കുന്ന വല്ലാത്ത ദേഷ്യം വന്നില്ലേ. ആർക്കാ ദേഷ്യം വരാണ്ടിരിക്കുക? സ്വാഭാവികമായിട്ട് മൂസാ അലൈഹി സ്വലാം എന്ന് പറയുന്നത് കുറച്ച് കോപമുള്ള ആളാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ്. അദ്ദേഹം പിന്നെ ധൃതിപ്പെട്ടിട്ട് എടുത്തേക്ക് പോയതാ അള്ളാന്റെ തൃപ്തി ഇല്ലേ, അള്ളാന്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ധൃതിപ്പെട്ട് പോയതായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് ദിവസം പോയി വരുമ്പോഴത്തേക്ക് ആ ഒരു ക്ഷമയില്ലാത്ത അല്ലെ, എത്ര വലിയ അവരെ ആക്ഷേപിച്ച് സാമരിനെ ചോദ്യം ചെയ്ത് പിന്നെ എന്നിട്ട് അദ്ദേഹം ദേഷ്യം ആ പശുക്കുട്ടിനെ അവർ മൂസാ നബി ചുട്ട് ഭസ്മമാക്കി കടലിൽ അങ്ങ് പാറ്റിക്കളഞ്ഞു. സാമരീനെ അങ്ങ് ദൂരെ ആക്കി. ആൾക്കാരുമായിട്ടുള്ള പിന്നെ കൂട്ടുകൂടുന്ന ഇതെല്ലാം പിന്നെ അങ്ങനെ അയാൾക്ക് കാട്ടിലൂടെ മൃഗങ്ങളെ കൂടെ അലഞ്ഞു നടക്കേണ്ട ഒരു ജീവിതാവസ്ഥ വന്നു എന്ന് പറയുന്നത്. ലാമിസാസ് എന്നുള്ള ഒരവസ്ഥ.
പിന്നെ ആരും പിന്നെ തൊട്ടുകൂടാ തീണ്ടിക്കൂടാന്നെല്ലാം പറയുന്നില്ല, അത് ആ രൂപത്തിൽ പിന്നെ സൂറത്ത് ത്വാഹയിൽ അള്ളാഹു താല ഈ ഒരു വിഷയം വരുന്നുണ്ട്. സൂറത്ത് ത്വാഹയിൽ 20:97 കേട്ടാ, 97-ാമത്തെ ആയത്ത്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ അവർ അവിടെ തെറ്റ് സമ്മതിച്ച്, അവർക്ക് പിന്നെ വന്ന തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ട്, പിന്നെ നല്ല മനസ്സുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, അവർ പാപമോചനം തേടാൻ തയ്യാറായി. അങ്ങനെ പിന്നെ നമുക്കറിയാം, നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നക്കും ളലംതും അൻഫുസക്കും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇക്കും ഫഖ്തുലൂ അൻഫുസക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറ പഠിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് പഠിച്ച ഒരായത്ത് ചിലപ്പോൾ ഇതായിരിക്കും, പക്ഷേ ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ ഓതുന്ന ആയത്തും ചിലപ്പോൾ ഇതായിരിക്കും അല്ലേ. തുടങ്ങിയപ്പോൾ മുതലുള്ളതിൽ അവിടെ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറയുന്ന ആ ഒരു സന്ദർഭം പറയുന്നുണ്ടല്ലോ അല്ലേ. അവർ പിന്നെ അത്രയും വലിയൊരു തെറ്റ് അവർ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അതിന് തൗബ ചെയ്യാനുള്ള ആ ഒരു നടപടി, ശരിക്കും ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ശിക്ഷ, ഇപ്രകാരം ഒരു ശിക്ഷ അള്ളാഹു താല വേറൊരു ജനതയിലും നടപ്പാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ അവരോട് പറഞ്ഞത്? കുറ്റക്കാർ പരസ്പരം കൊലപ്പെടുത്താന്നുള്ളത്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ജനതയല്ലേ അല്ലേ. എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടത്, എന്നിട്ട് അതെല്ലാം അനുഭവിച്ചിട്ടല്ലേ ഈ ഒരു നന്ദികേട് അവർ ചെയ്തത്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അവരുടെ ശിക്ഷയുടെ കാഠിന്യം അത്രയും അള്ളാഹു വർദ്ധിപ്പിക്കാൻ കാരണം എന്നാ പറയുന്നത്. അങ്ങനെ ഈ ഒരു നടപടിയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട് കുറേ ആൾക്കാർ ബാക്കിയായി. അങ്ങനെ അള്ളാഹു പിന്നെ അവർക്ക് പിന്നീട് എന്താക്കി, ഫതാബ അലൈക്കും അല്ലേ, അവർക്ക് അള്ളാഹു തആല മാപ്പ് നൽകി, അവരുടെ അക്രമത്തിന് അള്ളാഹു മാപ്പ് നൽകി. പിന്നെ അത് പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം ഇസ്രായേലിൽ നിന്ന് ഈ ഒരു മാപ്പ് പറയലും ഒഴിവ് പറയലും അതിലും കഴിഞ്ഞ ശേഷം നല്ലവരായ 70 ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് സിനാ പർവ്വതത്തിലേക്ക് പോകാൻ പറയുന്നുണ്ടായിരുന്നു. നല്ല ആൾക്കാർ, ഇവരിൽ നിന്ന് നല്ല ആൾക്കാരെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയ സമയത്ത് വീണ്ടും അവരിൽ നിന്ന് എന്തുണ്ടാകുന്നു? ധിക്കാരും അനുസരണക്കേട്. സുബ്ഹാനല്ലാഹ് അല്ലേ. എന്താ ഒരു ഇതാ നോക്കിയാട്ടെ. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇല്ലേ, ഇവരെന്താ ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമുക്കും എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്നിട്ട് എത്രത്തോളം അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടാ ജീവിക്കുന്നത്, എത്രത്തോളം അനുസരണയോടെ ജീവിക്കുന്നത് എന്നുള്ളതൊന്ന് ഇടയ്ക്കൊന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ധിക്കാരും അനുസരണക്കേടും വീണ്ടും അല്ലേ. പിന്നെ അവരെന്താ പറഞ്ഞത്? വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ. ഈ ആയത്തുകളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായതുകൊണ്ട് ഓതുമ്പോൾ ഇങ്ങനെ അർത്ഥമെല്ലാം വായിലൂടെ ഒഴുകുന്നുണ്ടാവും അല്ലേ. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ മൂസ നിന്റെ റബ്ബിൽ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്താകണം? ഞങ്ങൾക്ക് നിന്റെ റബ്ബിനെ കാണണം, എന്നാലേ നമ്മൾ വിശ്വസിക്കൂ, നേരിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്നുള്ള ഒരു നിലപാടിലെത്തി അല്ലേ. ശരിക്കും അവിടെയും അതൊരു കടുത്ത ധിക്കാര നടപടിയാണല്ലേ. അവിടെ പിന്നെയും അള്ളാന്റെ ശിക്ഷ വരുന്നല്ലേ. ഫഅഖദത്കുമുസ്സായിഖതു വഅൻതും തൻദുറൂൻ. അവരിലെ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ തന്നെ അവരെന്താക്കി? ഒരു ഇടുത്തി അവർക്ക് വന്ന്, അള്ളാന്റെ ശിക്ഷ വന്ന്. പിന്നെ സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. മരണത്തിന് ശേഷം നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആ ഒരു പിന്നെ ശരിക്കും മൂസാ നബി അലൈഹി സ്വലാം ഇതുപോലെ സൂറത്തുൽ അറാഫിൽ മൂസാ നബി അലൈഹി സ്വലാം ആ മൂസാ നബിൻ്റെ ജനതയിൽ നിന്ന് 70 ആൾക്കാരെ തിരഞ്ഞെടുത്ത് പിന്നെ പോയ ആ ഒരു കാര്യം സൂറത്തുൽ അറാഫിലും പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിലെ 155-ാമത്തെ ആയത്ത്, 155, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. എപ്പോഴെങ്കിലും നമ്മൾ സൂറത്തുൽ അറാഫൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരം തന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഇതാണല്ലോ ആയത്ത് എന്നൊക്കെ ഓർമ്മിക്കാലോ. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിനാ എന്ന് പറഞ്ഞിട്ട് ആയത്തുണ്ട്. അവിടെയും മറ്റേ ഒരേ സന്ദർഭം ഒരേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. ഇവിടെ ആൾക്കാരുടെ എണ്ണം എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ധിക്കാരങ്ങൾ അല്ലേ. പിന്നെ അപ്പം ഇവിടെ അതിനിടയിൽ നമുക്കറിയാലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുടുംബവും ഫലസ്തീനിൽ താമസിച്ച് അവിടെ വരുന്ന സമയത്താണ് പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിലെ പിന്നെ
ഭരണാധികാരിത്തിരുന്നതോ അദ്ദേഹം കുടുംബവും പിന്നെ ഈജിപ്തിലേക്ക് താമസവും മാറിയിരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ചെങ്കടൽ കടന്നിട്ട് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവർ സ്വന്തം ദേശമായ പിന്നെ ഫലസ്തീനിലേക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു അവർക്ക്, പിന്നെ മൂസ അലൈഹി സ്വലാമിലൂടെ ആ ഒരു പിന്നെ അവിടത്തേക്ക് സ്വന്തം അവരുടെ വാസസ്ഥലത്തേക്ക് പോകാൻ കഴിയും അല്ലേ. അവരുടെ പിന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ള ആ പവിത്ര ഗേഹം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ആ പ്രദേശത്ത് പ്രവേശിക്കണം എന്നുള്ള നിലക്ക് പിന്നെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ ഫലസ്തീനിൽ അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു അമാലിക്ക എന്ന് പറയുന്ന ഒരു വിഭാഗം, ഭയങ്കര ശക്തന്മാരായ മല്ലന്മാരായ ഒരു വിഭാഗമാണ് അവിടെ ഭരിച്ചിരുന്നതെന്ന് പറയുന്നത്. അവരാണെങ്കിലോ അവർ ഫുള്ളും ശിർക്കും പിന്നെ കുഫ്രും കൊണ്ട് അത്രയും ഇതിലാണ് ഉണ്ടായിരുന്നത്, ബഹുദൈവ ആരാധകരായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫലസ്തീനികൾക്ക് അവരുടെ സ്വന്തം നാട്ടിൽ ഇസ്രായേലർക്ക് അവിടെ പ്രവേശിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പം അവരോട് എന്താക്കണം, യുദ്ധം ചെയ്യണം, സമരം ചെയ്യിച്ചിട്ട് വിജയിച്ചിട്ട് വേണം എന്താകാൻ ഇസ്രായേലർക്ക് അവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം അവരോട് എന്ത് പറയുന്നത്, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നെ ഇവർക്ക് അറിയാം അവിടെയുള്ള ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആണ്, ശക്തന്മാരാണ്, ക്രൂരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചിട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്നൊക്കെ അവർ വിചാരിച്ചു. അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോയാലല്ലാതെ ഞങ്ങൾക്ക് ഒരു കാലത്തും അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പിന്നെ അവർ അവിടെ പ്രഖ്യാപിച്ചു. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. പിന്നെ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് അല്ലേ, നിങ്ങൾ അള്ളാഹു നബിമാരെ ഏറ്റവും കൂടുതൽ നബിമാരെ അള്ളാഹു താല അയച്ചത് ഈ ബനൂ ഇസ്രായേലിലാന്നല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നിലക്ക് പിന്നെ നൽകിയതാണ് എന്നുള്ള നിലക്ക് അവരെല്ലാം പിന്നെ പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ഫലസ്തീനിൽ ചെന്നിട്ട് ആ നാടിൻ്റെ അവിടെയുള്ള അവസ്ഥകളൊക്കെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥകളൊക്കെ പിന്നെ വിവരണം നൽകിയ സമയത്ത് ഇവർ ഭീരുക്കളായി കഴിയുന്നല്ലേ. അപ്പോൾ ഇതൊന്നും കൂടി കേട്ടപ്പോൾ പിന്നെ ഇവരൊന്നുകൂടി ഭീരുക്കളായി മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാൾക്കാർ അതിൽ മുന്നോട്ട് ധീരതയോടെ വന്നിട്ട് പിന്നെ അവരോട് യുദ്ധം ചെയ്യാനൊക്കെ പിന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊന്നും എന്തായിട്ടില്ല, അതിന് തയ്യാറായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞത്, മൂസാ നബിയോട് എന്താ പറഞ്ഞത്, ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ. അൽഹംദുലില്ലാഹ്, പോയി യുദ്ധം ചെയ്തെന്ന് പറഞ്ഞതല്ലേ. അതന്നെ. അൽഹംദുലില്ലാഹ്. മൂസാ നബി മൂസാ നബിനോട് പറയുന്നുണ്ട്, അവരവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളവിടെ പോവില്ല, അതുകൊണ്ട് നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, ഇതാ അവർ പറഞ്ഞത്. ശരിക്കും അള്ളാഹിൻ്റെ കൽപ്പനയാണ് അവിടെ പോയിട്ട് പൊരുതി വിജയിക്കാൻ. പക്ഷേ അവർ ആ കൽപ്പന എന്താക്കിയിട്ടില്ല, നിഷേധിച്ചു, അവർ അനുസരിച്ചിട്ടില്ല. ഞമ്മക്കതിന് കഴിയൂലെന്നൊക്കെ അവർ മാറി നിന്ന് അള്ളാഹിൻ്റെ കൽപ്പന നിഷേധിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ആ മണ്ണിലേക്ക് പ്രവേശിക്കാൻ 40 കൊല്ലത്തോളം അവിടത്തേക്ക് പോകാൻ കഴിയാതെ അവർ പ്രവേശനം അവിടെ നിഷേധിച്ചെന്ന് പറയും. അപ്പോൾ അവർക്ക് സ്വന്തം കുടുംബമായിട്ട് ഒരിടത്തും താമസിക്കാൻ കഴിയാതെ ഗതിയില്ലാതെ അന്തം വിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ മൂസാ നബി പിന്നെ അള്ളാഹു മൂസാ നബിയെ ഈ വിവരം അറിയിക്കുന്നുണ്ട് അല്ലേ. അവരിങ്ങനെ
പിന്നെ ധിക്കാരികളായ ജനത ആയതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ 40 വർഷം അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ. പിന്നെ സൂറത്തു അൽ മാഇദയിലെ 26-ാമത്തെ ആയത്തില് ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന യതീഹൂന ഫിൽ അർദ് ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. സൂറത്തുൽ മാഇദ 26-ാമത്തെ ആയത്ത്. ജസ്റ്റ് ആയത്തിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. പിന്നെ അതായത് അള്ളാഹു തആല പറയുന്നത്, നിശ്ചയമായും ആ രാജ്യം അവരുടെ മേൽ 40 കൊല്ലം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്നു. ആകയാൽ എന്താണ്, അവര് അന്തം വിട്ട് അലഞ്ഞു നടക്കും. അതുകൊണ്ട് തന്നെ ധിക്കാരികളായ ജനതയുടെ പേരിൽ നീ വിഷമിക്കണ്ട. അവരുടെ ധിക്കാരത്തിനും മർക്കടമുഷ്ടിക്കും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകിയ ഒരു ശിക്ഷയാണത്. അങ്ങനെ പിന്നെ അവരുടെ ആ ദുഷിച്ച തലമുറ നാശമടയുകയും പിന്നെ അവരുടെ ഇളം തലമുറ രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അവർക്ക് നല്ലൊരു പുതിയൊരു ചൈതന്യം, ആവേശവും അങ്ങനെ ഉണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ അവർക്ക് ആ പുണ്യഭൂമി ജയിച്ചടക്കാനുള്ള അവകാശം വീണ്ടെടുക്കാനുള്ള ആ ഒരു ഇത് അള്ളാഹു താല നൽകുന്നത്. അപ്പോൾ ഈ ഒരു 40 വർഷത്തോളം സീനാ താഴ്വരയിൽ ഇങ്ങനെ അതിൻ്റെ തീഹു മരുഭൂമിയിൽ അവരിങ്ങനെ കഴിച്ചു കൂട്ടിയല്ലോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ അവർ അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും കടുത്ത ധിക്കാരവും അനുസരണക്കേടും നന്ദികേടും കാണിച്ച്. പക്ഷെ എന്നിട്ടും അങ്ങനൊക്കെ ആയിരുന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ എത്ര സ്ഥലത്ത് നമുക്ക് കാണില്ലേ, യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നില്ലല്ലേ. ബനീ ഇസ്രായേലരെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. എന്നിട്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് പിന്നെ വീടില്ലാതെ അലയുന്ന അവർക്ക് അള്ളാഹു മരുഭൂമിയിൽ വെയിലിൻ്റെ കാഠിന്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മേഘത്തണൽ നൽകി. സുഭിക്ഷമായി കഴിഞ്ഞുകൂടാൻ ആഹാരത്തിന് വേണ്ടി അവർക്ക് മന്നയും സൽവയും നൽകി. അത് നമുക്കറിയാം, സ്വർഗത്തിൽ നിന്നുള്ളൊരു ഭക്ഷണമാണല്ലേ. മന്നയും സൽവയും നൽകി, മേഘത്തണൽ നൽകി. നമ്മളറിയാലേ, സൂറത്ത് ബഖറയിൽ നമ്മൾ പഠിച്ചില്ലേ, വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർക്കില്ലേ മേഘത്തണൽ നൽകി, മന്നയും സൽവയും നൽകി, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. അവര് സ്വന്തങ്ങളോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ലേ ശരിക്കും. പിന്നെ എന്നിട്ടും പിന്നെയും ഇസ്രായേലർക്ക് പരാതി തന്നെ, പരാതി അല്ലേ. അവര് കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ പാറക്കല്ലിൽ അടിച്ച് വടി കൊണ്ടടിച്ച് അതിൽ നിന്ന് 12 ഉറവുകൾ ഒഴുകി. 12 ഇസ്രായേലർ 12 ഗോത്രങ്ങളായിരുന്നതിൽ തന്നെ അവർ അടിയും കുടിയും പിടിയും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഓരോ ഗോത്രത്തിനും ഓരോ ഉറവ് ഒരുക്കി കൊടുത്ത് അല്ലേ. ഇന്നതാണ് ഇന്ന ആൾക്കുള്ളത് എന്നുള്ള പ്രത്യേക അള്ളാഹു തആല അതും നിർണയിച്ചു കൊടുത്ത്. ഭക്ഷണത്തിന് മന്നയും സെൽവയും ഇറക്കി കൊടുത്ത പോലെ തന്നെ വെള്ളത്തിന്റെ കാര്യത്തിന് അള്ളാഹു വലിയ അനുഗ്രഹം കൊടുത്തില്ലേ. സുബ്ഹാനല്ലാഹ്. അതും നമുക്കറിയാലേ. ഇതെല്ലാം ഓതുമ്പോൾ ഇതെല്ലാം ചരിത്രങ്ങളിൽ നമ്മളെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകണം കേട്ടാ. ഈ ചരിത്രങ്ങൾ നമുക്ക് സൂറത്തുൽ ബഖറയിലൂടെയും പല പല സൂറത്തുകളിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഓതുന്നത്. വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽന ദ്രിബ് ബിഅസ്വാകൽ ഹജർ ഫൻഫജറത് മിൻഹു ഇസ്നതാ അശ്റത ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. അപ്പോൾ ആ വടി കൊണ്ട് പാറക്കല്ലിനടിച്ച് അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി അവർക്ക് അതെല്ലാം അല്ലാഹു തആല കൊടുത്ത്. പക്ഷേ ഇതെല്ലാം കൊടുത്തില്ലേ, ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, തണലും കൊടുത്ത്, എന്നിട്ടും ഇവരെ ഇത് മാറൂല അല്ലേ. പിന്നെയും പതിവ് തന്നെ നന്ദികേട് കാണിക്കാൻ തുടങ്ങി, പിന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്താ അവർ പറയുന്നത്? നമുക്കിങ്ങനെ വെറുതെ ഇരുന്നിട്ട് തിന്നു കുടിച്ചിട്ട് അവർക്ക് മതിയാ, നമുക്ക് എന്ത് വേണം? നമുക്ക് പിന്നെ കൃഷി ചെയ്തിട്ട് വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ ആവശ്യപ്പെടുത്താം. ഒരു അധ്വാനം ഇല്ലാണ്ട് നല്ല ഇതിൽ കിട്ടിക്കൊണ്ടിരുന്ന അനുഗ്രഹത്തിന് പകരം നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന അള്ളാഹ് ചോദിക്കുന്നുണ്ട് അല്ലേ, നിങ്ങൾ എന്താണ്
ഇത്രയും നല്ല ഇതെല്ലാം തന്നിട്ട് ഒരു ഭക്ഷണത്തിന് അവർ ക്ഷമിക്കാൻ തയ്യാറായില്ലേ. വഇദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുൻബിതുൽ അർളു മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. അല്ലേ, നമുക്ക് ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി ഇതെല്ലാം വേണ്ടേ. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നുണ്ടല്ലോ, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഖൈർ. എന്താണ് അല്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതിന് പകരം ഏറ്റവും താണതാ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ വല്ലാതെ തന്നെ അല്ലേ. ഒന്ന് നിങ്ങൾ പോയിക്കോ, എന്താ ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയിക്കോ, അവിടെ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് എന്താന്ന് അവിടെ വേണ്ടതുണ്ട്. അപ്പം പിന്നെ മൂസാ നബി അള്ളാഹു താല അവർക്ക് പ്രവാചകനായി നിയോഗിച്ച് തൗറാത്ത് നൽകി അല്ലേ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവര് കൊടുത്തത്. അവര് ആ കരാർ അവര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരെന്താക്കിയിട്ടില്ല, പാലിച്ചിട്ടില്ല. അവര് കരാർ ലംഘിച്ച് അനുസരണക്കേട് തുറന്ന് പ്രഖ്യാപിച്ച് അല്ലേ. അവര് ഇങ്ങനെയുള്ള റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങളും താക്കീതുകളും ഒന്നും അവര് ഭീഷണി ഒന്നും അവര് മാറി ചിന്തിക്കാൻ തയ്യാറായില്ല അല്ലെ. തൗറാത്തിലെ വിധിവിലക്കുകൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും അതിനെ അവഗണിച്ചില്ലേ, അങ്ങനെ അവര് ജീവിക്കുന്ന സമയത്ത് അവരുടെ അധികാരത്തിന് അള്ളാഹു തആല ഒരു ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്താണത് പറഞ്ഞാട്ടെ. മാഷാ അല്ലാ മാഷാ അല്ലാ. നിങ്ങളല്ലേ ഈ വഴി തന്നെ ഉണ്ടോ നോക്കിയതാ, കാരണം ഇതെല്ലാം പഠിച്ചതല്ലേ അല്ലെ. തൂർ പർവ്വതത്തെ അള്ളാഹു തആല ആ സ്ഥാനത്തുനിന്ന് എടുത്തുയർത്തി അവരെ തലക്ക് മീതെ ഒരു കുട പോലെ അള്ളാഹ് നിവർത്തി. ഇതിങ്ങനെ അങ്ങ് ഇട്ടാല് നിങ്ങളെ കഥ അല്ലേ. പിന്നെ നിങ്ങൾക്ക് ലഭിച്ച തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം അല്ലെ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കണം. അത് വഴി നിങ്ങൾ എന്താകും, സൂക്ഷ്മതയുള്ള ആളുകളായി മാറും. അല്ലെങ്കിൽ നിങ്ങൾ എന്താകും, നിങ്ങളെ കാര്യം പോയി. അവര് അങ്ങനെ പൂർണ്ണമായി നശിപ്പിക്കാൻ പോകുന്നു കാണുമ്പോഴെങ്കിലും നന്നായി കളയുമല്ലോ അല്ലെ. ശരിക്കും നമ്മളെ മേല് തൂർപർവ്വതം വീണേക്കോ എന്നുള്ള സമയത്ത് അവരെന്താക്കി, ഭയപ്പെട്ട്. അപ്പൊ അവര് വാക്കാലെങ്കിലും അനുസരിച്ചില്ലേ. വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖകും അത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ. അപ്പൊ അവരെന്ത് പറഞ്ഞേ, ഖാലൂ സമഅനാ വഅസൈനാ വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല. വാക്കാൽ അവര് പറയുന്നെങ്കിലും അവരെന്താ ചെയ്തത്, അനുസരണക്കേട് കാണിക്കുകയും ചെയ്തത് അല്ലേ. അവരുടെ ഹൃദയത്തിൽ ആ പശുക്കുട്ടിയോടുള്ള ആ ഒരു സ്നേഹം അവരെ നിറഞ്ഞുപോയി. അവര് അല്ലേ, ശരിക്കും എന്താ പറയുന്നത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് ഇപ്പൊ ഈ കൽപ്പിക്കുന്ന ഇത് എത്ര മോശമാണ്. പിന്നെ അപ്പോ സൂറത്തുൽ അറാഫിലും ഈ സംഭവം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇസ്രായേല്യരുടെ ഈ ഒരു ധിക്കാരും അനുസരണക്കേടും തെളിയിക്കുന്ന വേറൊരു സംഭവം സൂറത്തുൽ ബഖറയിൽ നമുക്കറിയാലേ. പിന്നെ പശുവിനെ അറക്കാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന ഉണ്ടായത്. അതായത് പിന്നെ അവിടെയും അവര് ഒരു കൊലപാതകത്തിന്റെ പേരില് പിന്നെ അതിന്റെ ഇത് ആരാ ചെയ്തത് എന്നുള്ളത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിട്ട് അത് അള്ളാന്റെ കൽപ്പന ബക്കറ മറ്റേ പശുവിനെ അറക്കാൻ പറഞ്ഞ് അവര് കൊറേ അതെ ചോദ്യങ്ങൾ കൊറേ ചോദിച്ച് ലാസ്റ്റ് അവസാനം അവർ അറുത്ത്. അങ്ങനെ അള്ളാഹ് പിന്നെ ആ ഒരു ഈ സംഭവം നമുക്കറിയാലോ അല്ലെ. അതൊക്കെ അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾ അതിന്റെ തഫ്സീറും കാര്യങ്ങളൊക്കെ കേട്ടതാണ് അല്ലേ. പിന്നെ അങ്ങനെ ആ രൂപത്തിലും അതൊക്കെ അവരുടെ ഒരു എന്താ പറയാ ധിക്കാരത്തിന്റെയും ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പം അവിടെ ആ സന്ദർഭം എന്ന് വെച്ചാൽ ഒരു ധനികനായ ഒരാളെ അതിന്റെ അവകാശി കൊലപ്പെടുത്തി. മൃതദേഹം എവിടെയോ പിന്നെ പെരുവഴിയിലോ മറ്റോ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഘാതകൻ തന്നെ കൊലക്കുറ്റം മറ്റുള്ള ആൾക്കാരുടെ മേൽ ആരോപിച്ച്. അപ്പൊ അതിനെ തുടർന്നുണ്ടായ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പശുവിനെ അറക്കാനായി മൂസാ നബിയോട് അവർക്ക് കൽപ്പിച്ചത്. പക്ഷെ അതിന് കുറേ അല്ലേ പിന്നെ ഇതുകൊണ്ടാണ് ലാസ്റ്റ് അവര് അത് അറക്കേണ്ടി വന്ന്.
പിന്നെ അതിൽ നിന്ന് അല്ലെ ഒരു ഇറച്ചി കഷ്ണം കൂടെ ആ മയ്യത്തിന്റെ ശരീരത്തിൽ അടിക്കാൻ കൽപ്പിച്ച് അള്ളാന്റെ കൽപ്പന പ്രകാരം അടിച്ച് അങ്ങനെ ആ മയ്യത്തിന് ജീവൻ വന്ന് അതാരാന്ന് കൊന്നത് എന്ന് അറിയിച്ച് അയാൾ മരിച്ച് പിന്നെ പിന്നെ അങ്ങനെ ശരിക്കും അത് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് കാണിച്ചു കൊടുത്തില്ലേ ബനൂ ഇസ്രായേല്യർക്ക് നേരിൽ അവർ കണ്ട് മനസ്സിലാക്കി. അതാണ് വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ അല്ലേ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. അതെല്ലാം കണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ. ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. അതെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെയും ബാങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കുറച്ചും കൂടി പറഞ്ഞിട്ട് നിർത്താം. ബാങ്ക് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കുറേ ഉണ്ട്, എത്തിയിട്ടില്ല, ജൂതന്മാരായ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല, ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് അത്രേ. എന്തായാലും ഇന്ന് തീരൂല. പോയി. അങ്ങനെ ഇവര് എന്തായിട്ടും എന്താന്നില്ല, അവരുടെ ധിക്കാരത്തിൽ നിന്ന് ഇതൊന്നും അവരെ പിന്നെ ഹൃദയങ്ങൾക്ക് അവർക്ക് മാറ്റൊന്നും വന്നിട്ടില്ല. ഇത്രയെല്ലാം കണ്ടിട്ടും ആസ്വദിച്ചിട്ടും എന്നിട്ടും അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നത്. അവരുടെ ഹൃദയം സുമ്മ ഖസത് ഖുലൂബുക്കും അല്ലെ, അവരുടെ ഹൃദയം കടുത്തുപോയി എന്ന് പറയുന്നത്. കല്ല് പോലെ ആയിപ്പോയി. കല്ല് എന്ന് പറഞ്ഞാല് ചിലപ്പോ പിന്നെ അരുവികൾ ഒഴുകുന്നതും അല്ലെ വെള്ളം വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കടുത്ത പോലെ ഹൃദയങ്ങളായി. അങ്ങനെ അവര് അവിടെയൊക്കെ സീനാ വനാന്തരങ്ങളിലും മരുഭൂമിയിലൊക്കെ ആയിട്ട് ലക്ഷ്യമില്ലാതെ അലഞ്ഞ് 40 കൊല്ലം അവർക്ക് അവിടെ കഴിയേണ്ടി വന്ന്. ഇതിനിടയിൽ പലതും സംഭവിച്ച് അവിടെ ഏകദേശം 40 കൊല്ലം കഴിയാറാകുമ്പോഴത്തേക്ക് ശത്രുക്കളുമായി പല ഏറ്റുമുട്ടലുകളും കഴിഞ്ഞ് പതുക്കെ അവർ മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അബാരീം പർവ്വതത്തിലെ നെബോ മലയിൽ വെച്ചിട്ട് ആ രാജ്യം, അതായത് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ രാജ്യം നോക്കിക്കണ്ട ശേഷം മൂസാ നബി അലൈഹി സ്വലാം മരണപ്പെടുകയും മൂസാ നബിക്ക് ആ രാജ്യത്ത് പ്രവേശിക്കാനുള്ള വിധി ഉണ്ടായിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് ശേഷം യൂഷ നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പല യുദ്ധങ്ങൾക്ക് ശേഷം ഇസ്രായേലര് വീണ്ടും ആ രാജ്യം ജയിച്ചടക്കിയതും അതിൽ കുറേയേറെ താമസിച്ചതും അവർക്കിടയിൽ രാജ്യം ഭാഗിക്കപ്പെട്ടതും. യൂഷ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല, ഹദീസുകളിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. പിന്നെ മൂസാ നബിന്റെ കൂടെ ഹിലർ നബി അലൈഹി സ്വലാമിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു ഭൃത്യൻ കൂടെ ഉണ്ടായിരുന്നു പറയുന്നില്ലേ, അത് ഈ യൂഷ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അന്നേരം അദ്ദേഹം പ്രവാചകനായിട്ടില്ല, പിന്നീടാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചത് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ കാര്യം. അങ്ങനെ പിന്നെ അള്ളാഹു നമുക്കറിയാലോ, സൂറത്തുൽ ബഖറയിൽ തന്നെ ഈ ഒരു ആയത്ത് വരുന്നുണ്ട്, വഇദ് ഖുൽന ദഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു മിൻഹാ ഹൈതു ശിഅ്തും റഗദ അല്ലേ. ആ ഫലസ്തീൻ അവർക്ക് വിജയിച്ച് അവർ ഫലസ്തീനിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പടിവാതിൽക്കൽ കടക്കുന്നത് അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദിയും വിനയം പ്രകടിപ്പിക്കുന്നവരായി തല താഴ്ത്തി കുനിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ അള്ളാഹു പിന്നെ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ചെയ്താൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു, നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ നന്മ നൽകുമെന്നും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞെങ്കിലും അവരിൽ ഒരു വിഭാഗം ആൾക്കാർ നേരെ മറിച്ചാ ചെയ്തത്. അവര് മുഴുവനും ആൾക്കാരും അല്ല, ഒരു വിഭാഗം അഹങ്കാരപൂർവ്വം വിജയഭേരി മുഴക്കിക്കൊണ്ടാണ് അവിടെ പ്രവേശിച്ചത്. അള്ളാഹു അവരോട് അല്ലെ, വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും വസനസീദുൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, ഇതെല്ലാം ഖുർആനിലായതാണ്. ചരിത്രം ജൂതന്മാരുടെ ആ ഒരു ഓരോ അവസ്ഥകൾ, ഇവര് ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്കായി മാറുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആൾക്കാരാണല്ലോ. പിന്നീട് ഇവര് എഗെയിൻസ്റ്റ് ആകുന്നത് എപ്പോഴാണെന്നറിയോ, ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവോടെയാണ്. അവിടെ എത്തിയിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി പറഞ്ഞിട്ട് നിർത്താം. പിന്നെ
ഇതൊക്കെ സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുകളാണ്, നമുക്ക് നല്ല പരിചയമുള്ള ആയത്തുകളാണ്. അപ്പോൾ അവര് ധിക്കാരം പിന്നെ കാണിച്ച അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ, വീണ്ടും അള്ളാഹിൻ്റെ ശിക്ഷ വന്നല്ലേ. فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. അപ്പോൾ അവിടെ അവരുടെ ധിക്കാര നിമിത്തം അള്ളാഹു തആല ആകാശത്ത് നിന്ന് അവർക്ക് ഒരു ശിക്ഷ, കഠിനമായ ശിക്ഷ, അല്ല അവരെ തോന്നിയവാസം പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹു പിന്നെ ഈ ഒരു ഇത് ശരിക്കും ചെങ്കടൽ കടന്നു പോയിട്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലർക്ക് ഈ പിന്നെ ഷാം പ്രദേശത്ത് കുടിയേറിപ്പാർക്കാനും ആ രാജ്യങ്ങൾ അധീനപ്പെടുത്തി സുഖജീവിതം അനുഭവിക്കാനും കഴിഞ്ഞത് അല്ലേ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. എത്രയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും നന്ദികേടും അനുസരണക്കേടും കാണിക്കുക എന്നുള്ളത് ആരുടെ പതിവാണ്? ഇവരുടെ പതിവായിരുന്നു. പിന്നെ ശരിക്കും മതങ്ങൾ അനുശാസിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കൗശലങ്ങൾ കണ്ടുപിടിക്കൽ, അത് യഹൂദികളുടെ ഒരു രീതിയായിരുന്നു എന്ന് പറയും. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്ന പോലെ ഇസ്രായേലിയർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രധാന ദിവസമാണ് ശനിയാഴ്ച അല്ലേ. നമുക്കറിയാം അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സംഭവങ്ങൾ ഇനി അടുത്ത ദിവസം, ഒന്നുകിൽ നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ പറയാം, അല്ലെങ്കിൽ പിന്നൊരു ദിവസം നമുക്ക് ബാക്കി പൂർത്തിയാക്കാമെന്ന് വിചാരിക്കണം. കാരണം ഇനിയും കുറേ ഉണ്ട് പറയാൻ, എത്തിയിട്ടില്ല, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഞാൻ ഇത്ര കുറേ ഉണ്ടാവും വിചാരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അറിയണം. ഇങ്ങനെ ഇതിന്റെ ശരിക്കും ഇപ്പൊ നമ്മൾ നടക്കും പോലുള്ള തോന്നില്ലേ. ഞാൻ അൽബഖറ തഫ്സീർ വായിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ ഇങ്ങനെ വായിച്ചപ്പോ ഇപ്പോഴത്തെ ആ അനുഭവം ഇങ്ങനെ മനസ്സിലേക്ക് അതന്നെ ഞാൻ പറഞ്ഞു. അതാ ഖുറാനില് ജൂതന്മാരുടെ ഓരോ വിഷയങ്ങൾ ബനൂ ഇസ്രായേലിയരിൽ ഇങ്ങനെ വന്നിട്ടാണല്ലോ പിന്നെ അവർ ജൂതന്മാരായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം, നമുക്ക് അറിയണം. നമ്മൾ മുസ്ലിങ്ങൾ, നമ്മളിതെല്ലാം അറിയണം. ഇസ്ലാമും മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ എന്തോ പോലെയല്ല ജീവിക്കേണ്ടത്. നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അൽഹംദുലില്ലാ അല്ലാഹു നമുക്ക് പിന്നെ ഇതൊക്കെ അറിയാനും പഠിക്കാനും അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാം ഒരു പരിധിവരെ ഒരു അവസാനം റഹ്മാനായ റബ്ബേ, നീ ഒരു വിജയം, അന്തിമ വിജയം നീ മുസ്ലിമീങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം നാഥ. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം നാഥ. നിന്റെ ദീനിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങളും വിധിയും വിലക്കുകളും എല്ലാം പരിപൂർണമായും അനുസരിച്ചുകൊണ്ട്, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, യഥാർത്ഥ ഇഹ്സാൻ ഉൾക്കൊണ്ടുകൊണ്ട്, യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം നാഥ. എല്ലാ പൈശാചികതകളിൽ നിന്നും വിട്ടു നിൽക്കാൻ, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സന്തതികൾക്കും സന്താന പരമ്പരകൾക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരു നല്ല ഉത്തമ സമുദായത്തെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് പരിശുദ്ധ ഖുർആൻ നീ വിശേഷിപ്പിച്ച ആ ഉത്തമ സമുദായമായി ഞങ്ങൾക്ക് മാറാൻ, ഞങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാൻ, പ്രവർത്തിക്കാൻ റഹ്മാനായ റബ്ബേ നല്ല ഈമാനും നല്ല കരുത്തും ഊർജ്ജസ്വലതയും ഉന്മേഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശ്വാസികൾ ഓരോ തരത്തിലും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് റഹ്മാനായ റബ്ബേ. നീ വിശ്വാസികൾക്ക് ശക്തി പ്രദാനം ചെയ്യണേ അല്ലാ. വിശ്വാസികളെ നീ സഹായിക്കണേ റഹ്മാനെ. വിശ്വാസികൾക്ക് നീ സഹായം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിശ്വാസികളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. നിന്റെ സഹായം ഉണ്ടെങ്കിലും മാത്രമേ അള്ളാഹുവേ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് വിജയം ഉണ്ടാവൂ. അള്ളാഹുവേ നിന്റെ കാരുണ്യം എല്ലാവരിലും നീ സദാ വർഷിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അല്ലാഹുവേ. അവർക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവർക്ക് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. അവർക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്ക് നീ ഈമാനിന്റെ കരുത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ സഹായം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് നീ പരാജയം നൽകണേ അള്ളാഹുവെ. അവരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇരു ലോകത്തും നാഥാ നീ വിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഓരോ മുഅ്മിനീങ്ങൾക്കും ഓരോ വിശ്വാസികൾക്കും നാഥാ നീ ഷഹീദിന്റെ രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാഥാ ഞങ്ങൾക്കും നാഥാ നീ രക്തസാക്ഷിത്വത്തിനുള്ള പ്രതിഫലം നൽകി ഞങ്ങളെയും ആ രീതിയിൽ ഞങ്ങളെയും നീ ആദരിച്ച് അനുഗ്രഹിച്ച് യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെട്ട് ആ രൂപത്തിൽ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എന്തെങ്കിലും തരത്തിൽ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യം കൊണ്ടോ എന്തെങ്കിലും വീഴ്ചകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ അതെല്ലാം നീ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അതിനൊക്കെ പകരമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾക്ക് നീ നിർഭയത്വം പ്രദാനം ചെയ്യണേ അല്ലാ. മനസ്സിനും സമാധാനവും സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് പേര് പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, മാനസിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. റഹ്മാനായ റബ്ബേ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കി നീ സന്തോഷവും സമാധാനവും സൗഖ്യവും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗികൾക്ക് നീ രോഗശമനം നൽകി ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നാഥാ വീട് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നാഥാ സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ അവരിന്ന് ഖബറുകളിലാണ് അല്ലാഹുവേ. അവർക്കിന്ന് കർമ്മങ്ങൾക്ക് അവസരമില്ല റഹ്മാനായ നാഥ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും അവർക്കും നീ അതിന്റെ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ അവിടെ വിശാലമായ ഖബറുകൾ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ദിവസവും സ്വർഗം കണ്ടുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നീ അവർക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എന്തെങ്കിലും തരത്തിൽ അവരുടെ തിന്മകൾ അവരിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥാ നീ അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നിരക്ക് ശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.